ഗുഡ് മോർണിംഗ് കൽപ്പറ്റ. അപ്പോൾ ഓഷ്യൻ ഹോട്ടലിൽ നിന്ന് 4ാമത്തെ ദിവസമാണ്. നേരെ കാണുന്നതാണ് വയനാട് കളക്ടറേറ്റ്. രാവിലെ തന്നെ നമ്മുടെ റൂംമേറ്റ് തൻസിൽ നമുക്കൊരു കോഫി ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കുടിച്ചു കഴിഞ്ഞ് നമുക്കിപ്പോൾ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ചോക്കോസ് ഒക്കെ ഇരിപ്പുണ്ട്. 3 ദിവസമായിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. സെറിൽസ്, ചോക്കോസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ചോക്കോസ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വെറുതെ. നമുക്ക് അതിലേക്ക് കുറച്ച് ചൂട് പാലൊഴിക്കാം. അപ്പോൾ തൻസിൽ ആ കെറ്റിലെടുത്തപ്പോൾ കമത്തുവാണ്. തേഞ്ഞ് അതിനകത്തൊന്നും ഇല്ല കേട്ടോ. അടപ്പൊന്നും പിടിച്ച് കറക്കിയിട്ട് ഒരു കാര്യമില്ല. അതിനകത്തൊന്നും തന്നെ ഇല്ല കേട്ടോ. നേരത്തെ വന്ന ആരോ പാല് മൊത്തം തീർത്തിട്ടുണ്ട്. പിന്നെ പാലും റീഫിലാക്കി ബാക്കി ഫുഡ് അടിച്ച് നമ്മൾ ബാക്കി പണിയിലേക്ക് കടന്നു. കുറച്ച് പേപ്പർ വർക്കും ബാക്കി കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ രാജീവേട്ടൻ അവിടെ MIC ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MIC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട് അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തേക്കുള്ള ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. മുട്ടിലെന്നും കണിയാൻ എന്നും പറഞ്ഞിട്ടുള്ള 2 പഞ്ചായത്തിലാണ് നാളെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഇതുപോലെ ടാബ്ലർ ഫോമിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതിന്റെ പ്രിന്റ് എടുക്കണം. ഇത് ഞങ്ങൾ ഇന്നലെ നൈറ്റ് കഴിച്ച ബില്ലാണ്. ഇവിടെ നമ്മുടെ നടൻ അബുസലീം ഇല്ലേ, അബുസലീമിന്റെ റെസ്റ്റോറന്റ് 1980s. ഈ ബില്ല് രാജീവേട്ടൻ എക്സ്പെൻസിലോട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മുട്ടിൽ പഞ്ചായത്തിന്റെ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് ഏകദേശം കഴിയാറായി. ഇതിൽ 9 ഹാംലെറ്റ് ഉണ്ട്. ഇപ്പോൾ ബാക്കി പെൻഡിംഗ് ഉള്ള കണിയാമ്പറ്റ പഞ്ചായത്തിന്റെ ലിസ്റ്റ് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ഊഞ്ഞാലിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഈ ഊഞ്ഞാലാടാൻ വേണ്ടി അടിയായിരുന്നു. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. സൈഡിൽ നമ്മുടെ അശ്വന്തുവായി ഇരിപ്പുണ്ട്. പക്ഷേ ആൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ ചില്ലായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് വീണ്ടും റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് പോയപ്പോൾ രാജീവേട്ടൻ അവിടെ ബാക്കിയുള്ള ബില്ലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അസിസ്റ്റന്റായിട്ട് അക്ഷയ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ പരിപാടി മൊത്തം തീർന്നു. ഉച്ചയോണുള്ള സമയമായി. രാജീവേട്ടൻ നമ്മളെ നേരെ ഇവിടെ അടുത്തൊരു ഫേമസ് ഹോട്ടലെടുത്ത് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ ഊണ് മാത്രമേ കിട്ടത്തുള്ളൂ, പക്ഷേ കുറേ വെറൈറ്റി സ്പെഷ്യൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സീൻ ടേസ്റ്റ് ആയിരുന്നു. ബീഫ് ഫ്രൈ ഒന്നും ഒരു രക്ഷയില്ല. ഫിഷ് ഫ്രൈ അതുപോലെ തന്നെ കിഡിലായിരുന്നു. വമ്പം ബില്ലിനെ ഹോട്ടലിൽ നമുക്ക് അടിച്ചു കിട്ടി. പക്ഷേ സീനില്ല. നമ്മൾ നേരെ എക്സ്പെൻസിലോട്ട് ആഡ് ചെയ്യും. അങ്ങനെ ഫുഡും കഴിച്ചിറങ്ങിയപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാജീവേട്ടനും അശ്വന്തുമായി അഭയും കൂടെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഞാൻ വേറൊരു കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം എനിക്ക് തിരിച്ച് ഗോഡൌണിലേക്ക് പോകണം. ഇന്നലത്തെ പനമരത്തെ അമ്മാനിയിലെയും കുറച്ച് കട്ടിൽ ബാക്കി ഡെലിവറി ആവുണ്ട്. അപ്പോൾ ഞാനും സജ്ജയോട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ട്രക്കിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടി മൃദുലും ആ സാധനങ്ങളോട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് ആൾക്കാരും ഉണ്ട്. യേശാസേട്ടനും തൻസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ ബാക്കി വീടുകളിലേക്കുള്ള കോട്ട് നമ്മളിപ്പോൾ ട്രക്കിലേക്ക് കയറ്റുക. ഇത് കയറ്റിയിട്ട് നമ്മൾ നേരെ പനമരത്തോട്ട് പോകും. മഴ ചെറിയ രീതിയിൽ ചാറുന്നുണ്ട്. എന്തായാലും ആകാശത്തെ കാർമേഘം കണ്ടിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയെല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് പനമരത്തോട്ട് പോകാനുള്ള വഴിയും അതുപോലെ സജ്ജേട്ടൻ അമ്മാനിലോട്ട് പോകുന്ന വഴി അറിയാം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് ഡെലിവറിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിത് ലോറി കയറി പോവുകയാണ്. നമുക്ക് ആദ്യം പനമരം ജംഗ്ഷനിൽ പോയിട്ട് അവിടെ പഞ്ചായത്ത് ഓഫീസ് ഉണ്ട്. അവിടെ നമ്മുടെ പ്രൊമോട്ടർ ഏച്ചി നിൽക്കുമെന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ ഏച്ചിയെ കൂട്ടി വേണം പോകാൻ. വഴി എനിക്ക് ചെറുതായിട്ട് അറിയാമെങ്കിലും അത്ര ക്ലിയർ കട്ടായിട്ട് എനിക്കൊന്നും വഴി അറിയില്ല. ഇന്നലെ നമ്മളവിടെ പോയപ്പോൾ എല്ലാ വീടുകളിലും ബാക്കി സാധനങ്ങളെല്ലാം കൊടുത്തായിരുന്നു. അതായത് ട്രങ്ക് വെട്ടി, മേശ, കസേര. ഇനി നമുക്കവിടെ കൊടുക്കാനുള്ളത് കട്ടിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് കട്ടിൽ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാം. പനമരത്തോട്ട് നമ്മുടെ ഗോഡൌണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മുകളിലോട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഒരു ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. പഞ്ചായത്ത് ഓഫീസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രൊമോട്ടർ ഏച്ചി അവിടെ നിൽപ്പുണ്ട്. നമുക്ക് പ്രൊമോട്ടർ ഏച്ചിയും കയറ്റിക്കൊണ്ട് നമുക്ക് കോളനിയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് ഏകദേശം 2-3 കിലോമീറ്റർ പോകണം കോളനിയിലേക്ക് എത്താൻ. കോളനിയിൽ 3-4 സ്ഥലങ്ങളിലായിട്ടാണ് ഇവരുടെ വീടുകളിലെല്ലാം ഇരിക്കുന്നത്. നമുക്ക് പോകുന്ന വഴിയിലെല്ലാം കുറേ പനമരങ്ങൾ കാണാൻ പറ്റും. ഇതുകൊണ്ടാണോ ഇനി പനമരം എന്നുള്ള പേര് വന്നെന്ന് അറിയില്ല. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. പനമരങ്ങൾ മാത്രമല്ല, റോഡ് സൈഡിൽ തന്നെ കുറേ നെൽപ്പാടങ്ങളും കാണാൻ പറ്റും. പച്ചപ്പരുതാനി വിരിച്ച പോലത്തെ ഉള്ള കുറേ പാടങ്ങൾ, നല്ല ഭംഗിയുള്ള പാടങ്ങൾ. അവസാനം നമ്മൾ എത്താറായി. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കോളനിയിലേക്ക് എത്തും. ഭയങ്കരമായിട്ട് ഇടുങ്ങിയ വഴിയായിട്ട് വരുന്നത്. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയ ട്രക്ക് എടുത്തിട്ടാണ് വന്നത്. വൺ സൈഡ് ഒരു ട്രക്കിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. ഇവിടെ 5 വീടുകളാണുള്ളത്. ഇന്നലെ വന്ന് വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു 5 കട്ടിൽ ഇവിടെ ഇറക്കി വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. കാരണം നമുക്കിനി അമ്മാനി കൂടെ പോകാനുണ്ടല്ലോ. അപ്പോൾ ഈ ചേട്ടന്മാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവരവിടത്തേക്കുള്ള കട്ടിലുകളെല്ലാം ഇറക്കി സഹായിച്ചു. അപ്പോൾ നമ്മൾ ബാക്കി കട്ടിലെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്തത് അമ്മാനിയിലേക്കാണ്. പോകുന്ന വഴിയിൽ കുറേ പനമരങ്ങൾ വീണ്ടും കണ്ടു. പനമരം തന്നെ. ഇനി പനമരം മാറി അമ്മാനി എത്തുമ്പോൾ എന്താണോ. മഴ മൊത്തത്തിൽ മാറി. എന്നാലും തണുപ്പിന് മാറ്റമില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. മഴത്തുള്ളിലൊക്കെ ഗ്ലാസ്സിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. വീണ്ടും പഞ്ചായത്ത് ഓഫീസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രൊമോട്ടർ ഏച്ചി ഇറക്കി. താങ്ക് യു ചേച്ചി ഫോർ യുവർ സപ്പോർട്ട്. ഇനി നേരെ അമ്മാനിലേക്ക്. അത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് റൂട്ടാട്ടോ. ഇപ്പോൾ കാണാൻ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് അമ്മാനി ഉള്ളത്. അങ്ങോട്ടുള്ള ഒരു KSRTC ബസ് നമുക്ക് കാണാം. സുൽത്താൻ ബത്തേരി ഭയങ്കര ഫേമസ് സ്ഥലമാണല്ലോ. ഇന്ത്യയിലെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് വില്ലേജ് ആണ് സുൽത്താൻ ബത്തേരി. അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. അമ്മാനി അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമല്ല. നമ്മുടെ ഡ്രൈവറായിട്ടും വയനാടുകാരനായിട്ടും അദ്ദേഹത്തിന് പോലും ആ സ്ഥലം അറിയില്ല. ഗൂഗിൾ മാപ്പിൽ പോലും അങ്ങനെ ഒരു സ്ഥലം കാണുന്നില്ല. അപ്പോൾ മാപ്പ് ഇടാനും പറ്റില്ല. സജിയേണ്ട ഇന്നലെ വന്ന ഓർമ്മയിൽ നമ്മളൊരു ഊഹത്തിൽ എങ്ങനെയൊക്കെ അവിടെ എത്തുവാണ്. ഈ ജംഗ്ഷന്റെ പേരാണ് അമ്മാനി കവല. അവിടെയുള്ള കടയുടെ പേരോ അമ്മിണി സൂപ്പർ മാർക്കറ്റ്. സോറി, അമ്മിണി എന്നല്ല, AMINI എന്നാണ്. കാണുന്ന ചേച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ പ്രൊമോട്ടർ. ചേച്ചി ഇത് ഓടുന്നുണ്ട് നമ്മളെ കണ്ട്. എന്താ സ്കീമെന്ന് അറിയില്ല. ഇന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് കോളനി. നമുക്ക് അങ്ങോട്ടുള്ള വഴി കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ചേച്ചി വന്നല്ലോ. അപ്പോൾ ചേച്ചി നമുക്ക് വഴി കാണിച്ചു തരും. പ്രൊമോട്ടറിന്റെ വീട് ഇവിടുന്ന് വളരെ ദൂരെയാണ്. പുള്ളിക്കാരി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അവിടുന്ന് ബസ് കയറി ഇങ്ങോട്ട് വന്നതാണ്. ചേച്ചിയുടെ ഒരു ഡെഡിക്കേഷൻ കാണണം കേട്ടോ.
ഒരു പെൺകുട്ടി പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ട്രക്ക് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എനിക്ക് രാഞ്ജനയിലെ ആ സീനാണ് ഓർമ്മ വരുന്നത്. ധനുഷിൻ്റെ അടുത്തോട്ടൊരു ചെക്കൻ ഓടി വരുന്നത്. ഇന്നലെ കട്ടലിലോട് വരാത്തതുകൊണ്ട് പ്രൊമോട്ടർമാർക്കെല്ലാം ഇരട്ടി പണിയായി. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ഇത്രയും ദൂരത്തു നിന്ന് വീണ്ടും നമ്മുടെ പ്രൊമോട്ടർ വെച്ച് നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി നമ്മളോട് വന്നിട്ടുണ്ട്. അവസാനം നമ്മൾ കോളനിക്ക് അടുത്തെത്തി. ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ നമ്മൾ ട്രക്ക് തിരിച്ചിടുക. എന്നിട്ട് ഇവിടെ കട്ടിലിറക്കാനാണ് പ്ലാൻ. ഇവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ആദിവാസി സെറ്റപ്പ് പോലെ തോന്നി. കാരണം ആൾക്കാർ ഒട്ടും സിവിലൈസ്ഡ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. എനിക്ക് എന്തോ ഒരു ആദിവാസി പടം കാണുന്ന പോലെ തോന്നി. ആൾക്കാരൊരു പെരുമാറ്റവും നോട്ടവും. ഇതാണ് നമ്മുടെ പ്രൊമോട്ടർ ചേച്ചി. ആളെ നമുക്ക് കോളനിക്കാരെല്ലാം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പുള്ളിക്കാരി അവിടുത്തെ മെയിൻ ആട്ടോ. ഈ കാണുന്ന ഫ്രെയിമുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യപ്പനും കോശിയും സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എക്സാക്ട്ലി അതേപോലെ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ചെറിയൊരു സിമിലാരിറ്റി തോന്നി. ഇതാണ് ലീല ചേച്ചി. ചേച്ചി മരണ ഇൻട്രോവേർട്ടാട്ടോ. എന്ത് ചോദിച്ചാലും വാതിറക്കൂല. 3-4 വട്ടം ലീല എന്ന് പറഞ്ഞ് കൂവി വിളിച്ചിട്ടാണ് പുള്ളിക്കാരി അറ്റ്ലീസ്റ്റ് തലയെങ്കിലും വാട്ടി. ലീലേച്ചും ടീമും പിന്നെ വേറെ കുറേ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് ബാക്കിയുള്ള കട്ടിലെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ ചേട്ടനും ചേച്ചിയും കൂടെ ചേർന്നിട്ട് എല്ലാ കട്ടിലും ഓരോരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള 9 കട്ടിലും കൊടുത്തിട്ട് നമ്മളിത് അമ്മാനി വിട്ട് പോവാണ്. ടാറ്റ അമ്മാനി, ടാറ്റ ബൈ ബൈ, സി യു. നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ക്ലോസ്. കട്ടിൽ മാത്രം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇന്നലെ ഓൾറെഡി പോയ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഇന്ന് കാര്യങ്ങൾ വളരെ സിമ്പിളായിരുന്നു. വീണ്ടും കുറേ പച്ചപ്പരതാനി വിരിച്ച പോലത്തെ നെൽപ്പാടങ്ങൾ. ഇടിലം വ്യൂ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഒരു പാട്ടൊക്കെ ഇട്ട് സ്പോട്ടിഫൈയിൽ ഒരു പാട്ട് ഇട്ട് നൈസായിട്ട് ലോറി പുറത്ത് കയറി തിരിച്ച് ഹോട്ടലിലേക്ക് പോവാം. കൊല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശ് ബേ കണ്ടത്തിൽ ഫസ്റ്റ് ഫാസിൽ ആകാശവും ഭൂമിയും പോകുന്നേ കയ്യിൽ വെള്ളിത്താലം കൊണ്ട്. വൈകുന്നേരം 7 മണിയായപ്പോൾ സുബു സാർ ഒരു അർജന്റ് മീറ്റിംഗ് ഇവിടുന്ന് വിളിച്ചു കൂട്ടി. നാളത്തെ മോഡ് ഓഫ് ആക്ഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ വട്ടമേശ സമ്മേളനം. അവിടെ തൃപ്തിയും ജോസ് സാറും ഒക്കെ നാളത്തേക്കുള്ള കൂപ്പണുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അജീവനും ടീം അപ്പുറത്തിരുന്ന് MIC ചെക്ക് ചെയ്യുന്നുണ്ട്. സുബു സാർ നാളത്തെ പ്ലാൻ ഒരു ബ്രീഫ് തരികയാണ്. നാളെയാണ് ഏറ്റവും ടഫസ്റ്റ് ഡേ. ഈ 6 സ്ഥലത്തും 6 ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് കിഡ്സ് നോക്കിയിട്ട് വോളണ്ടിയേഴ്സ് എണ്ണം 1-2 ആക്കും. മനസ്സിലായില്ലേ? കൂടുതൽ കിട്ടുണ്ടെങ്കിൽ there will be more volunteers. ഫസ്റ്റ് നാളെ പോകാനുള്ള 6 ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 വില്ലേജസ് ആണുള്ളത്, 20 ഹാംലെറ്റ്സ്. ടോട്ടൽ 6 വില്ലേജും അതിൽ 21 ഹാംലെറ്റ്സും ഉള്ളതുകൊണ്ട് ആദ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് അവസാനം ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്കും അറ്റ്ലീസ്റ്റ് 2 വോളണ്ടിയേഴ്സ് വീതം വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന 98 കിഡ്സ് വരുന്നൊരു ഹാംലെറ്റ് ആണ്. അവിടേക്ക് സുബു സാർ അശ്വത്തേട്ടനാണ് പോകുന്നത്. അവസാനം എനിക്കും കിട്ടി സ്വന്തമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ പ്ലാനൊക്കെ സെറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ നേരെ ഗോഡൗണിലേക്ക് പോയി. നാളത്തേക്ക് കൊടുക്കാനുള്ള കിറ്റുകളൊന്നും റെഡി ആയിട്ടില്ല. കാരണം അസംബ്ലി ചെയ്യാനുള്ള പല ഐറ്റംസും ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതിന് ലോറിയിൽ നിന്ന് ട്രങ്ക് വീടുകളിൽ ഇറക്കി ഇനി അതിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് നിറയ്ക്കണം. ഒരാണ് ഈ കറണ്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വലിയൊരു എമർജൻസി ലൈറ്റ് വാങ്ങി വെച്ചേക്കാണ് തൽക്കാലത്തേക്ക് നമ്മുടെ ആവശ്യത്തിന്. സമയത്ത് തന്നെ കളയാൻ നമ്മൾ പാക്കിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം ഷടപട എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇതിന്റെ ട്രങ്ക് വീടുകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം കുത്തി നിറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രക്കിൽ ഒരു ലോഡ് ബ്ലാങ്കറ്റ്സ് ചെയ്തേ ഉള്ളൂ. ഫനീസർ അതിന്റെ കണക്കെല്ലാം നോക്കുന്നുണ്ട്. ഈ ധൃതിക്കിടയിലും കണക്ക് നോക്കാൻ നമ്മൾ വിട്ടുപോകുന്നില്ല. കുറച്ച് മുൻപാണ് ഒരു ലോഡ് ഗോഡൗണിലേക്ക് എത്തിയത്. അതേ കൊണ്ട് അടുക്കി വെക്കും. നാളത്തേക്ക് ടോട്ടൽ 238 കിറ്റ്സ് ആണ് ഡെലിവറി ആണുള്ളത്. പ്രശ്നം എന്താ വെച്ചാൽ അത് റെഡിയാക്കാൻ വേണ്ടിയുള്ള ബാക്കി ഐറ്റംസിന് ലോഡ് ഇതുവരെ എത്തിയിട്ടില്ല. ഇതിന് നാളെ പുലർച്ചെ ഇവിടെ എത്തത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം 150 കിറ്റ്സ് റെഡിയാക്കാനുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളത് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റേ അടുത്ത് ലൈറ്റിലാണ് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് പണി ബാക്കിയുള്ളതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് പെൺപട എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊന്നും പെൺകുട്ടികളൊന്നും ഗോഡൗണിലേക്ക് വരില്ലായിരുന്നു. അവർക്ക് ആർക്കും തന്നെ വെയർ ഹൗസിലെ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടില്ലായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഗോഡൗണിന്റെ ഓണർ. ഫുള്ള് ഫിറ്റായിരുന്നു കേട്ടോ. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വെറുതെ വീഡിയോ എടുക്കില്ല, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഭയങ്കര ഫേമസ് ആയി, നിങ്ങൾ വീഡിയോ എടുത്ത് ഞാൻ വീണ്ടും ഫേമസ് ആവും. പുള്ളി പിന്നെയും പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പിച്ചുമയും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആരും പുള്ളിയെ മൈൻഡാക്കാൻ പോയില്ല. നമ്മൾ നമ്മുടെ പണി തുടർന്നു. എല്ലാവരും കൂടെ ഒത്തുകൂടി ഇപ്പോൾ പെട്ടെന്ന് പണി തീരാൻ തുടങ്ങി. ട്രങ്ക് പെട്ടികൾ ഓരോന്നായിട്ട് നിറഞ്ഞു തുടങ്ങി. നേരത്തെ വന്ന എല്ലാ പെട്ടിയും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി എല്ലാ ഐറ്റംസും ഉണ്ടോ എന്ന്. പെട്ടി അടിച്ച് അതിൻ്റെ മുന്നേക്ക് ടാറ്റയുടെ സീൽ ഒട്ടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ചില പെട്ടികളിൽ വിസിൽ മിസ്സായിട്ടുണ്ട്. അപ്പോൾ വിസിൽ വെക്കാൻ വേണ്ടി സാരംഗ് പോവാണ്. കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ വെയർ ഹൗസിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന സാരംഗ്, അതിലൊരു സംശയമില്ല. അവൻ നമ്മുടെ വെസ്റ്റ് സൈഡിലും വെയർ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പാക്കിംഗ് പരിപാടി ഫുൾ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ തത്രപ്പാടിനുള്ളിൽ നമ്മൾ അവസാനം ഫുൾ സെറ്റാക്കി. അവൈലബിൾ ആയിട്ടുള്ള 150 പെട്ടികൾ ഫുൾ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞു. ഇനി നാളെ ബാക്കി.